യെസ്, നമ്മൾ അടുത്ത എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ പിന്നെ സ്ക്വാഷ് ഉണ്ട്, റെഡ് അമരാന്തസ് ഉണ്ട്, പിന്നെ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, പിന്നെ റെഡ് ക്യാബേജ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നാച്ചുറൽ കളർ ജസ്റ്റ് നിങ്ങൾ ഇതിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, കാണുന്നുണ്ടാവും അല്ലേ? ഓക്കെ, ക്യാരറ്റിൻ്റെ നാച്ചുറൽ കളർ ഏതാണ്? ക്യാരറ്റിൻ്റെ നാച്ചുറൽ കളർ ഓറഞ്ച് അല്ലേ? കെരോട്ടിൻ എന്ന് പറയുന്നൊരു സാധനമാണ്. കുഴപ്പമില്ല, ഓറഞ്ചിന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്തത് പിന്നെ റെഡ് അമരാന്തസ് ഉണ്ടല്ലേ, ചുവന്ന ചീര, റെഡ് കളർ. ഇനി ഒരു ഗ്രേപ്പ് ഉണ്ടല്ലേ, ഗ്രേപ്പ് ജ്യൂസ് ഒരു പർപ്പിൾ കളർ. പിന്നെ ബീട്രൂട്ട് അതൊരു ഡാർക്ക് പിങ്ക് കളർ. യെസ്, ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററായ ടെർമറിക് വാട്ടർ. നമ്മൾ ട്രെൻഡിനൊപ്പം പോവാണ്. പിന്നെ സോപ്പ് വാട്ടർ എടുത്തിട്ട് ഇതാ ഒരു ടംബ്ലറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പിന്നെ ടെർമറിക് ആഡ് ചെയ്യാണ്. യെസ്, ഇതാ റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ വിനേഗർ എടുക്കുകയാണ്. കുറച്ച് ആസിഡിലേക്ക് പിന്നെ ടെർമറിക് ആഡ് ചെയ്യാണ്. ഇതാ അതിൻ്റെ അതേ കളർ ഒന്നല്ലേ, യെല്ലോ കളർ. നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഈ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് ഈ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ ഇതിലേക്ക് അസിറ്റിക് ആസിഡ് ഒഴിക്കുകയാണ്, വിനേഗർ ഒഴിക്കുകയാണ്. കളർ ചേഞ്ച് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഇതിലേക്ക് നമ്മൾ ബേസ് ആയിട്ടുള്ള സോപ്പ് വാട്ടർ ആഡ് ചെയ്യാണ്. കളർ ശ്രദ്ധിക്കുക. നമ്മൾ പിന്നെ ഗ്രേപ്പ് ജ്യൂസ് കുറച്ച് ബേക്കിംഗ് സോഡയിൽ ഇട്ടിക്കുകയാണ്, കുറച്ച് വിനേഗറിൽ ഇട്ടിക്കുകയാണ്. വിനേഗറിലെ കളർ ചേഞ്ച് നോക്കുകയാണ്, ബേക്കിംഗ് സോഡയുടെ കളർ ചേഞ്ച് നോക്കുകയാണ്. നമ്മൾ റെഡ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ടംബ്ലറിൽ റെഡ് ക്യാബേജ് വെച്ചു, വേറൊരു ഗ്ലാസ് ടംബ്ലറിൽ റെഡ് ക്യാബേജ് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്നിലേക്ക് ബേക്കിംഗ് സോഡ ബേസ് വയ്ക്കുകയാണ്. എന്താണ് കളർ എന്നുള്ളത് നോക്കുക. വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ചെയ്യാണ്, ആസിഡ് ഒഴിക്കുകയാണ്. യെസ്, ആസിഡ് എന്ത് ചെയ്തിട്ടുണ്ട്, കളറ് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ? ബേസിൽ കളർ ചേഞ്ച് ഒന്നുമില്ല. അടുത്ത നമ്മൾ 2 empty ടംബ്ലേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നിലെന്ത് ചെയ്യാണ്, നമ്മൾ പിന്നെ വിനേഗർ ഒഴിക്കുകയാണ്. ഒന്നിൽ നമ്മൾ യെസ്, നമ്മൾ അടുത്ത ഗ്ലാസ് ടംബ്ലറിൽ എന്ത് ചെയ്യാണ്, ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇതിൽ വിനേഗർ ഉണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ഗ്രേപ്പ് ആഡ് ചെയ്യാണ്.